എൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും ആമുഖത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം വിശ്വാസികളെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അവസാനത്തെ ഭാഗം, നിങ്ങൾ ഒരിക്കലും മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. ഇത് ഓരോ പ്രഭാഷണത്തിലും പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി, പൂർണ്ണ മുസ്ലിമായി, മുഅ്മിനായി മരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ആശയം എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ പുഴയിൽ വീണ് അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഷോക്കടിച്ച് മരണപ്പെട്ടേക്കാം, വാഹനത്തിൻ്റെ അടിയിൽ ചതഞ്ഞരഞ്ഞ് മരണപ്പെട്ടേക്കാം, ബന്ധുമിത്രാദികളൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട സ്ഥലത്ത് മരണപ്പെട്ടേക്കാം. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അള്ളാഹു വിധിക്കുന്ന പ്രകാരം അതൊക്കെ ഉണ്ടാവും. അതിലൊന്നും നന്മയും തിന്മയുടെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും. പക്ഷേ എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും, നിങ്ങൾ ഒറ്റപ്പെട്ടാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും, നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിലും അല്ലെങ്കിലും, എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം അതാണല്ലോ. മുസ്ലിമായി കൊണ്ട് മരിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഒന്ന് രണ്ട് ചെറിയ കാര്യം ഒന്ന് മാത്രം പറയാം, ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അതിൽ ഒന്നാമത്തത്, നമ്മൾക്ക് മുസ്ലിമായി കൊണ്ട് മരിക്കുവാൻ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, നമ്മൾ പരമാവധി പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ മുസ്ലിമായി കൊണ്ട് മരിക്കാൻ സത്യത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. പാപങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അധികമായി വരുന്നുവോ അത്രയും നമ്മൾക്ക് നല്ല മരണം കൈവരിക്കാനോ മരണത്തോടുള്ള സമീപനത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. പാപങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് മരിക്കാൻ ഭയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല ഭയമായിരിക്കും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയാം. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് സഹാബാക്കളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സഹാബാക്കൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കരഞ്ഞു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ലിമാദാ തബ്കൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് സഹാബാക്കൾ പറഞ്ഞു, ബിലാലെ, താങ്കൾ ഞങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണെന്ന് താങ്കൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. കാരണം താങ്കളുടെ ബാങ്കുലി കേട്ടിട്ടാണ് ഞങ്ങളെ കുടുംബവും ഇത്രയും കാലം പള്ളിയിലേക്ക് വന്നത്. പ്രവാചകൻ താങ്കളെ പറ്റി പറഞ്ഞത്, പ്രവാചകൻ സ്വപ്നത്തിലൂടെ സ്വർഗത്തിലെ കാലടി ശബ്ദം കേട്ടു, അത് ബിലാലിൻ്റെതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞിട്ട് താങ്കളെ വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത താങ്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയ ആളാണെങ്കിൽ അവർ ബിലാൽ റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞു. ആ താങ്കൾ ഞങ്ങളെ വിട്ടു പോകുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നത്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എനിക്ക് സന്തോഷമാണ് എന്നാണ്. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ മരിക്കുക എന്നുള്ളത്, എന്നെ നിങ്ങൾ മറമാടുക എന്നുള്ളത്, ഞാൻ ഖബറിൽ എത്തുക എന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ അറിയാം? ഞാൻ അള്ളാഹു കഴിഞ്ഞ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. ആ പ്രവാചകൻ എന്നെ വിട്ടു പോയിട്ട് കുറച്ച് കാലമായി. ആ പ്രവാചകൻ എന്നെ വിട്ടു പോയതിനു ശേഷം പിന്നെ ഞാൻ ഓരോ പ്രാർത്ഥനയിലും ഓരോ നിസ്കാര ശേഷവും എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അള്ളാഹുവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കാറുള്ള, അള്ളാഹുവേ, എനിക്ക് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തണമേ, അതിനുള്ള തൗഫീക്ക് നൽകണമേ, പ്രവാചകനെ വീണ്ടും കാണാനുള്ള തൗഫീക്ക് നൽകണമേ, പടച്ചവനെ പ്രവാചകനിൽ നിന്ന് എന്നെ അകറ്റരുതേ നാഥ. ഇതന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഞാൻ ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മരണശേഷം ചിലപ്പോൾ ബാങ്ക് നിൽക്കും. എൻ്റെ തൊണ്ട ഇടറിയിട്ടാണ്, എൻ്റെ ശബ്ദം പുറത്തേക്ക് വരാനായിട്ടാണ്. ഞാനപ്പോൾ പ്രവാചകനെ മനസ്സിൽ തന്നെ കാണും. അപ്പോൾ എനിക്ക് ബാങ്ക് മുടിക്കാൻ കഴിയില്ല. പിന്നീട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബാങ്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത്, അള്ളാഹുവെ, വീണ്ടും പ്രവാചകനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകണമെന്നാണ്. അങ്ങനെ ഞാൻ ജീവിച്ചു. എൻ്റെ മുന്നിലേക്ക് ഹലാലുകൾ പോലെ ഒരുപാട് ഹറാമുകളും വന്നു, നന്മകളെ പോലെ ഒരുപാട് തിന്മകൾ വന്നു, പുണ്യങ്ങളെപ്പോലെ ഒരുപാട് ഷെറുകളും വന്നു. അങ്ങനെ ആ ഷെറുകൾ വരുമ്പം എൻ്റെ മനസ്സാക്ഷിയും എൻ്റെ ഈമാൻ എന്നോട് പറഞ്ഞു, പലരും ആ പൈസ വാങ്ങും, ബിലാലെ, ഈ ആ പൈസ വാങ്ങരുത്, വാങ്ങിയാൽ ആ കൈ കൊണ്ട് പിന്നെ പ്രവാചകനെ തൊടാൻ കഴിയില്ല. ബിലാലെ, പലരും അങ്ങോട്ട് പോകുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഓൽക്ക് അതിനൊക്കെ ന്യായീകരണമുണ്ട്. പക്ഷെ അതിനൊന്നും പെടരുത്. അത് നോക്കുകയോ അത് കാണുകയോ ചെയ്താൽ പിന്നെ ആ കണ്ണുകൊണ്ട് റസൂലാനെ കാണാൻ കഴിയില്ല. ബിലാലെ, ബാക്കിയുള്ളവരൊക്കെ ഈ തെറ്റ് ആസ്വദിക്കുന്നുണ്ട്, അതിനോൽക്ക് കാലഘട്ടത്തിന്റെ പലതിൻ്റെ കാരണങ്ങളും ന്യായങ്ങളും ഒരു പറയാണ്. അത് കേട്ടാണ്ട് പോരുത്, ആസ്വദിച്ചാൽ പിന്നെ ആ ശരീരം കൊണ്ട് പ്രവാചകന്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല.
അങ്ങനെ ബിലാലെ നിന്റെ ജനനേന്ദ്രിയം, ബിലാലെ നിന്റെ കണ്ണ്, ബിലാലെ നിന്റെ കൈ, ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ ഈമാനും എൻ്റെ മനസ്സാക്ഷിയും വെച്ചിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന തെറ്റുകളിലേക്കൊന്നും പോകാതെ പരമാവധി ഞാൻ സൂക്ഷിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ മരിക്കാൻ നേരത്തെ എനിക്ക് സമാധാനമാണ്. ഇൻഷാ അള്ളാഹ് മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പ്രവാചകനെ വീണ്ടും കാണാമല്ലോ. സോ ഈ മരണത്തിനാണ് നല്ല മരണം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ തെറ്റുകളില്ലാതിരുന്നാൽ നമുക്ക് മരിക്കാൻ പേടിണ്ടാവില്ല. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കുറയുന്നുണ്ടോ അത്രയും നമ്മൾക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയും. നമ്മൾക്ക് മരിക്കാൻ ഭയമുണ്ടെങ്കിൽ, നമ്മൾക്ക് മുഅ്മിനായി മരിക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ? ഒരു കാരണം നമ്മൾ അധികരിച്ച പാപങ്ങളിൽ നിന്ന് പതിയെ പതിയെ വിട്ടു നിൽക്കുന്നത് ഒഴിവായതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ റമദാനിലാണല്ലോ, ഇന്നിപ്പോ നമ്മൾ റമദാനിൽ ഇതുവരെയുള്ള നോമ്പ് അനുഷ്ഠിച്ചു. നമ്മൾ മനസ്സിൽ നമ്മളെ പറ്റി കരുത് കേട്ടോ. നമ്മൾ ആ റമദാനിൽ ഒരു 10-27 ദിവസം നോമ്പൊക്കെ നോറ്റ് നമ്മൾ എഴുത്തിക്കാഫൊക്കെ പ്രതീക്ഷിച്ച് നമ്മളെ തന്നെ ആലോചിക്കാം. 27 ദിവസം നോമ്പൊക്കെ നോറ്റ് അല്ലെങ്കിൽ 28 ദിവസം നോമ്പൊക്കെ നോറ്റ് എഴുത്തിക്കാഫൊക്കെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരാൾ വന്നിട്ട് ഇപ്പോൾ മരിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? ഇപ്പൊ മരിക്കണ എനിക്ക് പ്രശ്നമല്ല അറിയും. അതെന്തുകൊണ്ടാണ്? നമ്മളെ വീട് പണി മൊത്തം കഴിഞ്ഞോ? നമ്മളെ മക്കളെ കല്യാണം മൊത്തം കഴിഞ്ഞോ? ഓലെ പഠനം മുഴുവൻ കഴിഞ്ഞോ? നമ്മളെ വാഹനത്തിന്റെ ആഗ്രഹം കഴിഞ്ഞോ? നമ്മൾ ടൂർ പോയിട്ട് എല്ലാ സ്ഥലം കണ്ടു കഴിഞ്ഞു. പിന്നെ എന്തേ നമുക്ക് മരിക്കാൻ പ്രശ്നമില്ലാത്ത? അതിന് കാരണം നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് റമദാനിൽ പാപത്തിൽ നിന്ന് വിട്ടിക്കാണ്. അതുകൊണ്ട് നമുക്ക് മരിക്കാൻ പേടിയുണ്ടാവില്ല. നമുക്ക് മുസ്ലിമായി മരിക്കാൻ ധൈര്യം കിട്ടും. ഇപ്പൊ ഇവിടുന്ന് ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ആൾക്കാർ ഇവിടുന്ന് കരഞ്ഞിട്ടാ പോവുക. എന്നാൽ അവിടെ എത്തിയിട്ട് ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ വിടണല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യം, നിങ്ങളെ ഹജ്ജ് പരിപൂർണമായി അല്ലെങ്കിൽ ഉംറ ശരിക്ക് നിർവഹിച്ച് അള്ളാഹിനോട് ഭക്തിയിൽ പ്രാർത്ഥിച്ച് കഅബാലയത്ത് ഇങ്ങനെ ഇരിക്കണ ഒരാളോട്, ഒരു ഉമ്മാനോട് ചോദിച്ചോക്കോണി, ഉമ്മ ഇപ്പോൾ മരിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? അതായത് 35 വയസ്സുള്ള ഒരു ഉമ്മാനോട് ചോദിച്ചോക്കോണി, ഇപ്പോൾ മരിക്കുന്നതിനെ പറ്റിയ അഭിപ്രായം എന്താണ്? ഇപ്പൊ മരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇപ്പം മരിക്കണം, നാട്ടിൽ എത്തിയിട്ടായിരുന്നു ഇപ്പം മരിക്കണം. എന്തുകൊണ്ടോ സങ്കടം, നാട്ടിലെ മക്കളൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരൊക്കെ കണ്ടു മതി തീർന്നിട്ടാ, വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്കായിട്ടാ, നമ്മുടെ എല്ലാ ദുനിയാവത്തെ കല്യാണവും സൽക്കാരങ്ങളൊക്കെ കണ്ടു പുതിയത് അല്ല. നമുക്ക് മരിക്കാനുള്ള ഭയം നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളെ ഭാവി ആലോചിച്ചിട്ട് എനിക്ക് മരിക്കാൻ പേടി, എൻ്റെ വീട് ആലോചിച്ചിട്ടാ മരിക്കാൻ പേടി, എൻ്റെ അസുഖം ഒന്നുമല്ല സുഖങ്ങളെ. നമുക്ക് മരിക്കാൻ പേടി ഉണ്ടെങ്കിൽ മുസ്ലിമായി മരിക്കാൻ ധൈര്യമില്ലാത്തതിന്റെ കാരണം നമ്മുടെ പാപങ്ങൾ അധികരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഹജ്ജിന് പോയി അവിടുന്ന് മരിക്കാൻ നമുക്ക് പ്രശ്നമല്ല. ഉംറക്ക് ശരിക്കും നിർവഹിച്ചൊരാൾക്ക് അവിടുന്ന് മരിക്കാൻ പ്രശ്നമല്ല. ഈ റമദാൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ഖുർആൻ ഓതിയോണ്ട് പള്ളിക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മോട് മരിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ലല്ലോ. അതിന് കാരണം എന്താണ്? നമ്മൾ അള്ളാഹുവിനോട് അടുക്കാൻ ശരിയായിട്ട് പാപമുക്തമായി നിൽക്കുകയാണ്. ഇപ്പൊ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാചകം കൂട്ടിച്ചേർക്കും. നിങ്ങൾ ആലോചിച്ചു, എന്താ, കള്ള് ഷാപ്പിൽ നിന്ന് ഒരാളോട് മരിക്കുന്നതിനെ പറ്റി സംസാരിച്ച അവന് ഭയം ഉണ്ടാവും. എന്തേ കാരണം? അതിന് കാരണം അവൻ തെറ്റ് ചെയ്തവനാ പേടി. സോ ഈ റമദാനിൽ നമ്മൾ പരമാവധി നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചോന്റെ മുന്നിൽ കഴുകിക്കളഞ്ഞ് നല്ലവരായി ജീവിക്കുന്നു. റമദാന് ശേഷം ഈ ബോധ്യം ഉണ്ടാവുക, നമ്മളോട് അള്ളാഹു എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞതും തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്വാലിഹീൻ, പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണം, സച്ചരിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതിനുള്ള ഒറ്റ വഴി നമ്മൾ പറഞ്ഞത്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഒറ്റ വഴി, റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിലും പരമാവധി തെറ്റുകളിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തെറ്റിൽ നിന്ന് മാറിന്നാൽ നമ്മൾക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയും, ധൈര്യത്തിൽ മരിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ മലക്കൾ നമ്മുടെ അടുക്കലേക്ക് വരും, പട്ടിന്റെ പുടവ കൊണ്ട് പൊതിയും, അത്തറ് പൂശും, സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് നമ്മളെ ആനയിച്ചു കൊണ്ടുപോകും. അള്ളാഹുവിനെയും പ്രവാചകനെയും കാണാനുള്ള സൗഭാഗ്യവും ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുൻ വരിഅൻ തകുൻ അബദന്നാസ്. എല്ലാ പാപങ്ങളിൽ നിന്നും സൂക്ഷ്മമായി നീ മാറി നിന്നാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു അടിമയായിട്ട് നിനക്ക് മാറാം. അതിൽ നമ്മൾ ഉൾപ്പെടുമാറാകട്ടെ. അള്ളാഹു റമദാനിൽ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.